ടേബിള് ഒരു കോളം അയോൺ കോൺഫിഗറേഷൻ, അടുത്ത കോളം n ബോൺ എക്സ്പോണന്റ്. ഓക്കെ, കുറച്ച് സിസ്റ്റത്തിന്റെ ബോൺ എക്സ്പോണന്റ് എഴുതിക്കോ. ഇത് ഞാൻ പിന്നെ പറയുമെന്ന് ഇവിടുന്നൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, എന്നാലും പറയാൻ പറ്റില്ല. ഹീലിയത്തിന്റെ എന്ന് പറയുമ്പം ഹീലിയം ആറ്റത്തിന്റെ എന്ന് വിചാരിക്കരുത്. ഹീലിയത്തിന്റെ സെയിം അല്ലെങ്കിൽ സിമിലർ അയോൺ കോൺഫിഗറേഷൻസ് ഉള്ള എല്ലാത്തിന്റെയും പറയുന്നത്. ഹീലിയത്തിന്റെ 5 ഞാൻ പുറത്ത് എഴുതാം. എന്നിൻ്റെത് 7. നിങ്ങൾ ടേബിളിൽ തന്നെ എഴുതിക്കോ. ആർഗൺ Cu+, ഇത് രണ്ടിന്റെയും 9. Kr Ag+, ഇത് രണ്ടിന്റെയും 10. പിന്നെ Xenon Au+, ഇത് രണ്ടിന്റെയും വന്ന് 12. അപ്പൊ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും n=8 എങ്ങനെയാ സോഡിയം ക്ലോറൈഡിന്റെ കിട്ടിയത്. അതായത് നമുക്കറിയാലോ, ആർഗണിനോട് അടുത്ത് നിൽക്കുന്ന സ്ട്രക്ചർ ആയിട്ട് വരും 9, പിന്നെ സോഡിയത്തോട് അടുത്ത് നിൽക്കുന്ന സ്ട്രക്ചർ ആയിട്ട് വരും 7, നിയോണിനോട്. അപ്പോ ഇവരിതിൽ പറഞ്ഞത് ഇതിന്റെ ആവറേജ് എടുത്തിട്ടാണ് n=8 കിട്ടിയത്. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാ. നേരത്തെ കാൽക്കുലേഷന്റെ ഉത്തരം ശരിക്ക് U0 = -755 kJ/mol. അതായത് U0 ലാറ്റിസ് എനർജി നെഗറ്റീവ് കിട്ടി എന്നുള്ളതിന്റെ അർത്ഥം ഈ സ്ട്രക്ചർ സ്റ്റേബിൾ ആയിട്ടാണ് ഫോം ചെയ്യാന്നുള്ളത്. ഐ മീൻ സ്റ്റേബിൾ ആയിട്ട് ഫോം ചെയ്യുന്നല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ ഈ ബോൺലാൻഡ് ഈക്വേഷന്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് വെച്ചാൽ U0 = 1.39 into 10⁵ kJ/mol പൈക്കോമീറ്റർ. അതായത് പൈക്കോമീറ്റർ ടേംസിലാണ് ഇതിലെ ഡിസ്റ്റൻസ് പറയുന്നത്. Z+Z-A/R0 into ലാസ്റ്റ് ലെറ്റർ 1 - 1/n. അതായത് സിംപ്ലിഫൈഡ് ഫോം എങ്ങനെയാ കിട്ടുന്നതെന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞു ε0യും ε0 അവോഗാഡ്രോ നമ്പർ അതൊക്കെ കോൺസ്റ്റൻസ് ആണ്. ആ കോൺസ്റ്റൻസിനൊക്കെ കൂടെ സിംപ്ലിഫൈ ചെയ്താൽ ഈ ഫോമിലോട്ട് വരും. അത് തന്നെ യൂണിറ്റ്സ് മാറിയ വാല്യൂ മാറും, ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ മാറും. ബാക്കി നമുക്ക് വേരി ചെയ്യുന്ന ടേംസ് ആണ് ഇപ്പുറത്തെ എടുത്ത് എഴുതിയേക്കണം. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക് കൂടെ പറഞ്ഞു നിർത്താം. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ലാറ്റിസ് എനർജി എന്ന് വെച്ചാൽ ടോട്ടൽ ഫോർമേഷൻ എനർജി അല്ല, ഈ അയോൺസിനെ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ആകെ അടുത്ത് കൊണ്ടുവന്ന് ഫോം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള എനർജിയാണ് ലാറ്റിസ് എനർജി. അപ്പോ നമുക്കറിയാം വേറെന്തൊക്കെയോ എനർജിയും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. ആ മൊത്തം എനർജി ഒരു ക്രിസ്റ്റലിനെ സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാവുന്നതെന്ന് പറയാം. സ്ക്രാച്ചിൽ നിന്ന് ക്രിസ്റ്റൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മൊത്തം എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിള് ബേസിക്കലി തെർമോഡൈനാമിക്സിലെ ഹെസ്സസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഹെസ്സസ് ലോനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ബോൺ ഹേബർ സൈക്കിള്. സോറി കേട്ടോ, അപ്പോസ്ട്രോഫി ഉണ്ട്.
HESSE'. ഹെസ്സസ് ലോ. ഹെസ്സസ് ലോ എന്താണെന്നറിയാവോ? ഹെസ്സസ് ലോ ഓക്കെ, ഞാൻ അറിയില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹെസ്സസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ. Enthalpy of reaction is same. Enthalpy of reaction is same whether the reaction takes place in one or more steps. Whether the reaction takes place in one or more steps. അതായത് നിങ്ങളിപ്പം A plus B is equal to C എന്ന് പറയുന്ന റിയാക്ഷൻ, അതിൽ എയില് എന്താ പറയുക, ഇപ്പോ ഓക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം. എന്നാലും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എയിൽ എന്തൊക്കെയോ ചേഞ്ച് വന്നിട്ട് എയിന്റെ വേറൊരു ഫോം ഉണ്ടായി എന്ന് വെച്ചോ. അതായത് റിയാക്ഷന് റെഡി ആയി നിൽക്കുന്ന ഒരു ഫോം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി എ സ്റ്റാർ. അതുപോലെ ബിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ട് റിയാക്ഷൻ റെഡി ആയി നിൽക്കണ ഒരു ബി സ്റ്റാർ ഫോം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് സി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇവിടെയുള്ള മൊത്തം എനർജി E1, ഇവിടെയുള്ള മൊത്തം എനർജി E2, ഇവിടുത്തെ എനർജി E3. ഈ എനർജീനെ നമുക്ക് E എന്ന് വിളിക്കാം. അപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ E വിൽ ബി ഈക്വൽ ടു E1 പ്ലസ് E2 പ്ലസ് E3. അതായത് ഒരു റിയാക്ഷൻ എത്ര സ്റ്റെപ്സിൽ നടന്നു എന്നുള്ളത് ഡസൻ മാറ്റർ. കാരണം അതായത് ഇതിനെ നമ്മള് മറ്റേ തെർമോഡൈനാമിക്സ് അറിയെങ്കിൽ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഒക്കെ അറിയായിരിക്കും. ആ ടേംസിലാണ് പറയുന്നത്. അതായത് ഇതിന്റെ പാത്തിനെ ഡിപ്പെൻഡന്റ് അല്ല എൻതാൽപ്പി എന്ന് പറയുന്നത്. അപ്പോ എത്ര സ്റ്റെപ്പിൽ നടന്നാലും അല്ലെങ്കിൽ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും എങ്ങനെ നടന്നാലും എനർജി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോ NaCl ഫോം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഈ ബോൺ ഹേബർ സൈക്കിൾ നോക്കാം. അപ്പോ NaCl ആയതുകൊണ്ട് നമുക്കറിയാം സോഡിയം സോളിഡ് സ്റ്റേറ്റിലാണ് സാധാരണ ഉണ്ടാവുക. ക്ലോറിൻ ഗ്യാസ് ആയിട്ട്, അതായത് Cl2 ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് ഹാഫ് Cl2 ആണ് ഗ്യാസ്. ഫോംസ് MX, അതായത് നമ്മളെ NaCl സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl. ഇതാണ് ബേസിക് NaClന്റെ ഫോർമേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് X2 എന്ന് എഴുതാട്ടോ. അതായത് ജനറലൈസ് ചെയ്യാം ഇക്വേഷനെ. ബാക്കിയെല്ലാം ജനറൽ ടേമിലല്ലേ എഴുതിയേക്കണം. ഓക്കെ, അപ്പം ഇവിടെ ശരിക്കും എന്തൊക്കെ എനർജീസ് ഇൻവോൾവ് ആണ്? ഒന്ന്, സോളിഡ് സ്റ്റേറ്റിലുള്ള NaCl വന്നിട്ട് ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറണം. അതായത് സോളിഡ് ആകുമ്പോൾ അത് എന്താ പറയുക, ഏറ്റവും സ്റ്റേബിൾ ഫോമിലായിരിക്കും. അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ എന്താ, ഇതിനെ ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറ്റാം. ഇതിനെ ഗ്യാഷ്യസ് ഫോമിലോട്ട് മാറ്റുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ΔHA. ΔHA എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഓക്കെ, അപ്പോ നമുക്കിപ്പോ സോഡിയം ഗ്യാസ് ആയി, അവിടുന്ന് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്ത് M+ ഫോം ചെയ്യും. ഓക്കെ, ഇലക്ട്രോൺ റിലീസ് ചെയ്ത് M+ ഫോം ചെയ്യും. സോറി, അപ്പോ
അടുത്ത സ്റ്റേജ് എന്താന്ന് വെച്ചാൽ ക്ലോറിൻ Cl2 ആയിട്ട് ഇരിപ്പുണ്ട്. Cl2 ആയിട്ട് ഇരിക്കുന്നുള്ള ക്ലോറിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യണം. ഡിസോസിയേറ്റ് ചെയ്ത് Cl ആക്കണം. അപ്പോ അതായത് എക്സ് ഗ്യാസ് ആക്കണം. ആ ഡിസോസിയേഷനുള്ള എനർജി ഡെൽറ്റ എച്ച്, അതിനെ നമ്മൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത്, ഡിസോസിയേഷനുള്ള എനർജി. ആ ഡിസോസിയേറ്റ് നടന്നു കഴിഞ്ഞ് ഇനി എന്ത് വേണം? ക്ലോറിനിലോട്ട് നമുക്ക് അടുത്ത ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. അതായത് ക്ലോറിൻ ആനിയോണായി മാറണം, എക്സ് മൈനസ് ഗ്യാസ് ആയി മാറണം. ആ എക്സ് മൈനസ് ഗ്യാസ് ആവണമെങ്കിൽ ഉള്ള മറ്റേ എൻതാൽപ്പി, ആ എൻതാൽപ്പി ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ അഫിനിറ്റി. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവണേക്കും എഴുതിയിട്ടില്ല, പക്ഷെ ഇവിടുത്തെ ഡെൽറ്റ എച്ച് എന്ന് വെച്ചാൽ ഡെൽറ്റ എച്ച് അയണൈസേഷൻ എനർജിയാണ്. ഇവിടുത്തെ ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. അപ്പോ നമുക്ക് എം പ്ലസ് ഗ്യാസും കിട്ടി, എക്സ് മൈനസ് ഗ്യാസും കിട്ടി. ഇനി ഇത് രണ്ടും കൂടി ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഏതാത്? ലാറ്റിസ് എനർജിയാണ്. ഓക്കെ, അപ്പം ഇത്രയും പ്രോസസ്സുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ട് വേണം അവസാനത്തെ സ്റ്റെപ്പിലാണ് ലാറ്റിസ് എനർജി വരുന്നത്. ഓക്കെ, അതില് ഇത്രയും എനർജി, അതായത് ഡെൽറ്റ എച്ച് ഫോർമേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ, അതായത് സോളിഡ് ടു ഗ്യാസ് ആവാനുള്ള അറ്റോമൈസേഷൻ, പ്ലസ് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ, അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് എഴുതിക്കോ. അതായത് ഇവിടെയുള്ള ഡിസോസിയേഷനുള്ള അറ്റോമൈസേഷൻ ക്ലോറിന്റെ, പ്ലസ് ഡെൽറ്റ എച്ച് അയണൈസേഷൻ എനർജി, പ്ലസ് ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ അഫിനിറ്റി, പിന്നെ ഫൈനൽ ആയിട്ട് ലാറ്റിസ് എനർജി. ഇത്രയും എനർജീന്റെ സമ്മേഷൻ ആണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ. ഓക്കെ, ഇനിയിപ്പം ബോൺ ഹാബർ സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളതൊരു കപ്പൻസ്കി ഇക്വേഷൻ ഉണ്ട്. അത്രയും കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് തീരും. പിന്നെ നമ്മൾ റേഡിയസ് റേഷ്യോയിലോട്ട് പോകും. ഓക്കെ ആണോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ഹലോ ഹലോ, ക്ലിയറാ മാം? ഓക്കെ, എന്തേലും സജഷൻ ഉണ്ടോ നിങ്ങൾക്ക്? സ്ലോ ആക്കണമെന്നോ അങ്ങനെ എന്തേലും? ഞാൻ ക്ലാസ് എടുക്കാത്ത ഒരാളാ, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, അതായത് നിങ്ങളോട് ചോദിക്കണേ. ഓക്കെ, ഒന്നും ഇല്ലാന്ന് വിചാരിക്കണു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങളൊന്ന് ബോൺലാൻഡ് ഇക്വേഷൻ ഡെറിവേഷൻ നോക്കണം. അഥവാ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ഈ ഡെറിവേഷൻ എഴുതി വെച്ചിട്ട് നാളത്തെ അടുത്ത ക്ലാസ്സിൽ അത് നോട്ട് ആക്കി തരാം. ഓക്കെ, അങ്ങനെയാണ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.